ബട്ടൺ ഹോൾ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ആദ്യം മുന്നേ ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ബട്ടൺ ഇതുപോലെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് ഇങ്ങനെ വയ്ക്കുക. രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് ബട്ടൻ്റെ വീതി മാർക്ക് ചെയ്യുക. അതിനുശേഷം ആ പോയിന്റിൽ നിന്ന് ഇതുപോലെ ഇവിടെ ഒരു കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് മുകളിലോട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഈ ടൂളുണ്ടെങ്കിൽ എളുപ്പത്തിൽ കട്ട് ചെയ്യാവുന്നതാണ്. ആ ഒരു രീതിയിൽ കട്ട് ചെയ്തതിന് ശേഷം താഴ്ഭാഗത്തുനിന്ന് മുകളിലോട്ട് ഇതുപോലെ ഒന്ന് സൂചി കൊണ്ട് ത്രെഡ് രണ്ട് പിരിയിലാണ് ഇട്ടിരിക്കുന്നത്. 2 ലെയറുണ്ട്. അപ്പോൾ അതിങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ കുറച്ചുകൂടി നല്ല രീതിയിൽ ഇരിക്കുന്നത്. അപ്പോൾ ത്രെഡ് എടുക്കുമ്പോൾ അതുപോലെ എടുക്കുക. അതിന് ശേഷം താഴ്ഭാഗത്ത് നിന്ന് ഇതുപോലെ എടുത്തിട്ട് റൗണ്ട് ചെയ്ത് പിടിച്ചിട്ട് ഇതുപോലെ ഉള്ളിലോട്ടാക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ഇങ്ങനെ ത്രെഡൊന്ന് ഇങ്ങനെ നൂലൊന്ന് ഇങ്ങനെ മാറ്റി പിടിക്കുക. അതിന് ശേഷം ഉള്ളിലോക്ക് ഇങ്ങനെ കൈ പിടിച്ചതിന് ശേഷം ഉള്ളിലോക്ക് സ്റ്റിച്ച് വരെ ഒരു കെട്ട് വരത്തക്ക രീതി ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എല്ലാ സൈഡും ഇതുപോലെ ഇങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കെട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ മാറ്റി വെച്ചിട്ട് കട്ട് ചെയ്ത ഭാഗത്തോട്ട് ഇതുപോലെ ഉള്ളിലോട്ടാക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുക്കുമ്പോൾ താഴ്ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ താഴ്ഭാഗത്തതും മുകൾ ഭാഗത്ത് 2 തുണിയിൽ കൂടി വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. മടക്കി വെച്ചിട്ടാണല്ലോ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ തയ്ച്ചെടുക്കുക. താഴ്ഭാഗത്തോട്ട് ലാസ്റ്റ് ആകുമ്പോഴേക്കും താഴ്ഭാഗത്തേക്ക് സൂചി കുത്തിയെടുത്തിട്ട് ഇതുപോലെ ഒരു കെട്ടിട്ട് കൊടുക്കുക. റൗണ്ട് ചെയ്ത് ഇതുപോലെ ഒന്ന് ഫുൾ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ പെർഫെക്റ്റായിട്ട് ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇതാണ് ഇതുപോലെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും.